ചില കണക്കുകളൊക്കെ നമ്മുടെ ഞെട്ടിക്കുന്നതാണ്. 2021 വനിതാ ശിശു ക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ നൽകിയ ഒരു കണക്ക് ഞാൻ വായിക്കാം. 2017 മുതൽ 2020 വരെയുള്ള 3-4 വർഷത്തിനിടയ്ക്ക് 350 പെൺകുട്ടികളാണ് പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ അപഹരിക്കപ്പെട്ടവർ. ഒരു 4 വർഷം കഷ്ടിച്ച് 2017 2020 കൂടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ തന്നെ 4 വർഷം. ഈ 4 വർഷത്തിനിടയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ 350 പെൺകുട്ടികൾക്ക് പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്നു. 2017 83 പെൺകുട്ടികൾക്കാണ് ജീവഹാനി ഉണ്ടായത്. 2018 19 ഒക്കെ 88, 18 88, 19 93. 2020 ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മരണപ്പെടേണ്ടി വന്നത്. 98 കേസുകൾ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരു 4 വർഷത്തിനിടയ്ക്ക് ധാരാളം പ്രതീക്ഷകളുമായി ജീവിച്ച മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായിരുന്ന, ഇനിയും പല പല സാധ്യതകളും മുന്നിലുണ്ടായിരുന്ന 350 പെൺകുട്ടികൾ ജീവൻ അപഹരിക്കപ്പെടുന്നു. അതിൽ മാരകമായ രീതിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടവരുണ്ട്, ആസിഡ് ഒഴിച്ച് കൊല്ലപ്പെട്ടവരുണ്ട്, ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ടവരുണ്ട്. അതല്ലാതെ കുറേയേറെ എണ്ണം ഈ പ്രണയ നൈരാശ്യത്തിൻ്റെയും കാമുകൻ്റെ ഹറാസ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായി ആത്മഹത്യ ചെയ്തവരുണ്ട്. പ്രണയക്കളിക്കിടയിൽ ഗർഭമുണ്ടായിട്ട് സമൂഹത്തിന് മുന്നിൽ മാനം കടേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ആത്മഹത്യ ചെയ്തവരുണ്ട്. എന്നല്ല, പ്രണയിനിയെ കൊന്ന് സ്വയം ഹത്യ നടത്തിയവരുണ്ട്. ഏകദേശം 94-95% സാക്ഷരതയുള്ള സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ഒട്ടുമിക്ക ആളുകളും ചുരുങ്ങിയത് ഡിഗ്രിയെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവരുമായ നമ്മുടെ കേരളം, ഇവിടെ കഷ്ടിച്ച് 4 വർഷം കൊണ്ട് ഇത്രമേൽ പെൺകുട്ടികൾ പ്രണയത്തിൻ്റെ പേരിൽ വധിക്കപ്പെടുന്നു, ആത്മഹത്യ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഓരോ സംഗതികളും നടന്ന് അവരുടെ ജീവൻ ഹാനിയാവുന്നു. ഇതൊക്കെ കണ്ടാലും കേട്ടാലും പ്രണയത്തെ ന്യായീകരിക്കാനും പിന്നെയും മനോഹരമായി വർണ്ണിക്കാനും കവിതകൾ സൃഷ്ടിക്കാനുമാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പറയാം. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ ഇത് സംബന്ധമായും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു വിശ്വാസി അത് നിർബന്ധമായും പാലിക്കാൻ ബാധ്യസ്ഥനുമാണ്. സ്നേഹത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോലും സ്നേഹം അനിവാര്യമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞ ദീർഘമായൊരു വചനമുണ്ട്, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. വിശ്വാസികളാകുന്നത് വരെ ആർക്കുമേ സ്വർഗപ്രവേശം സാധ്യമല്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. പരസ്പരം സ്നേഹിക്കുന്നത് വരെ, ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും മുഅ്മിനീങ്ങളാകുകയുമില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇദാ ഫഅൽതുമൂഹു തഹാബബതും. അത് പ്രയോഗവൽക്കരിച്ചാൽ നിങ്ങൾക്ക് അന്യോന്യം സ്നേഹിക്കാൻ കഴിയും. അഫ്ശുസ്സലാമ ബൈനക്കും. സലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്വർഗത്തിൽ കയറണമെങ്കിൽ ഈമാൻ വേണം. ഈമാൻ പൂർണ്ണമായി ഉണ്ടാവണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം. വിദ്വേഷത്തിന്റെ മനസ്സിൽ ഈമാനിന് കുടികൊള്ളാൻ കഴിയില്ല. അപ്പൊ സ്നേഹത്തിന് ഇത്രമേൽ മതം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ഈമാൻ കൂടി സ്വർഗത്തിൽ എത്തണമെങ്കിൽ അന്യോന്യം ഇഷ്ടപ്പെടണമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മഹ്ശറിന്റെ വിഭ്രാന്തിയിൽ സൂര്യന്റെ താപം വല്ലാതെ അസഹ്യമാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ നിഴൽ കിട്ടും, സൗരഭ്യം ലഭിക്കും, അർശിന്റെ പ്രത്യേകമായ ഗുണങ്ങൾ അവർക്ക് ലഭ്യമാകും എന്നൊക്കെ പറയുന്ന ഹദീസിലും റജുലാനി തഹാബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന 2 പേർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ആഖിറം വിജയിക്കാൻ തന്നെ സ്നേഹം വേണമെന്ന്. ഈ സ്നേഹത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രയോഗിക്കേണ്ടതും? സ്നേഹം എന്ന് പറയുമ്പോൾ എല്ലാവരോടും ഉണ്ടാവുന്ന ഒരു വികാരമാണ്. പക്ഷേ ഇതിന്റെ മൂർത്തമായ, പലപ്പോഴും ശ്ലീലമല്ലാത്തൊരു രൂപമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ. അത് സ്വാർത്ഥതയുടേതാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും പ്രണയിക്കാൻ പറ്റില്ല. പ്രണയിക്കുന്നത് പ്രത്യേകമായൊരു കേന്ദ്രത്തിലായിരിക്കും. അവിടെ സ്വാർത്ഥത വല്ലാതെ ഉണ്ടാകുകയും ചെയ്യും. കാരണം പ്രണയത്തിന്റെ മറുവശമാണ് ഈ ഒരു സ്വാർത്ഥത. എന്നോട് മാത്രമായിരിക്കണം അവൻ്റെ ഇഷ്ടം എന്ന് പെണ്ണ് മോഹിക്കുന്നു. ഞാനല്ലാത്ത ഒരാളെയും അവൾ തിരിഞ്ഞു നോക്കരുത്, അവൾ എന്നിൽ മാത്രം കേന്ദ്രീകരിക്കണമെന്ന് ഈ പ്രണയിക്കുന്ന ആണും മോഹിക്കുന്നു. അത് പരന്നുണ്ടാകുന്ന ഒരു വികാരമല്ല. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന, പ്രണയിനിയിൽ കേന്ദ്രീകരിക്കുന്ന പ്രത്യേകം മനുഷ്യത്വത്തെയും പക്വതയെയും ബോധത്തെയും വിചാരത്തെയും ഒക്കെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രത്യേകമായ സംഗതിയാണ്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും അതും തിരുത്തുമായി വരും. കാരണം സാമൂഹിക ജീവിതത്തിന് ഇത് വലിയ അനർത്ഥം സൃഷ്ടിക്കുന്നു. അതിന്റെ ഭാഗമാണ് കഷ്ടിച്ച് 3-4 കൊല്ലം കൊണ്ട് 350 പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിൽ മരണപ്പെടേണ്ടി വരുന്നത്.